ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഗോൾഡ്, യൂറോ യൂസ്റ്റി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിൽ ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ ചാർട്ട് തന്നെയാണ്. നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡിൻ്റെ ചാർട്ടിൽ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ എന്താണ് കൗണ്ടർ ട്രെൻഡിൻ്റെക്കുള്ള സാധ്യതയായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അല്ലേ. മേജർ ട്രെൻഡിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഏറ്റവും ഹൈയിൽ നിന്നതിന് ശേഷമാണ് ഡൗൺ സൈഡിലേക്ക് ഇതുവരെ ഇൻഡ്യൂസ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്ന് കൺഫർമേഷൻ കിട്ടിയില്ല. കുറച്ചും കൂടെ മുകളിലോട്ട് വന്നാൽ സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷമാണ് കൺഫർമേഷൻ കിട്ടുന്ന ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് നോക്കുകയാണെങ്കിൽ 1:3 RR കിട്ടിയിട്ടും ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ എന്താണ് മാർക്കറ്റ് വന്ന് പിന്നീട് മേജർ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും എന്താണ് ബൈയിങ്ങിലേക്കുള്ള ട്രെൻഡ് തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ. പിന്നീട് ഈ ട്രെൻഡിലേക്ക് നോക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം ഒരുപാട് ലെവൽസ് വരുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഇതായിരുന്നു നോക്കിയാൽ ബൈയിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് വരികയിൽ തന്നെ ഒരു ഓർഡർ ബ്ലോക്ക് ബൈയിങ് സോൺ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതിന് തൊട്ട് മുകളിൽ നോക്കുകയാണെങ്കിൽ ഒരു ബൈയിങ് സോൺ ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ നിന്നാണെങ്കിൽ ഒരു ബൈയിങ് സോൺ ഓർഡർ ബ്ലോക്ക് നമുക്ക് ഒരുപാട് കാണാനായിട്ട് പറ്റും. പിന്നെ മാർക്കറ്റ് നിൽക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് പ്രീമിയം ഏരിയയിലുമാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ. ഡിസ്കൗണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ 50%ലേക്കെങ്കിലും വരണം. അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതും കുറച്ച് പ്രീമിയം ഏരിയയിലാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ ട്രേഡുകളുടെ എണ്ണം കൂടും. ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ട്രേഡുകളുടെ എണ്ണം കൂടാൻ വളരെ സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ അല്ലേ. ഇനി ഇതിനകത്ത് നമുക്ക് ബൈ എൻട്രി എടുക്കാൻ പറ്റുന്ന ലെവൽസൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രീമിയം ഏരിയയാണ്. ഡിസ്കൗണ്ട് ഏരിയയിലല്ല, പ്രീമിയം ഏരിയയിലാണ്. എന്നിരുന്നാൽ പോലും നമുക്കെന്താണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവിടെ നിന്നല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ 50%ലേക്ക് വരുമ്പോഴും എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. കാരണം ഇവിടെ നിന്നൊരു ബൈയിങ് സോൺ, ഇവിടുത്തെ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ ബൈയിങ് സോണിലും മിറ്റേറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് എന്താണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റോ 50%ലോ കണക്ട് ചെയ്ത് എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഡയറക്റ്റായിട്ട് നോക്കുമ്പോൾ റിസ്ക് റിവാർഡ് റേഷ്യോ കുറച്ച് കുറവായിരിക്കും. അതാണ് ഇതിലെ പ്രശ്നം വരുന്നത്. ഇനി ഈ ഒരു ട്രേഡ് ഇവിടെ നമുക്ക് ഹൈനെ ബ്രേക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് വന്ന് ലോയിലേക്ക് വരുവാണെങ്കിൽ ഈ തൊട്ടടുത്തുള്ള ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിൽ കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ബൈയിങ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം കേട്ടോ. ഇത് ഫെയിൽ ആവുകയാണെങ്കിലോ നെക്സ്റ്റ് വരുന്ന ഈ ഒരു ബൈയിങ് സോണോ അല്ലെങ്കിൽ ഏറ്റവും ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വന്നതിന് ശേഷവും നമുക്ക് ബൈ എൻട്രി. ഈ ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ബൈ എൻട്രിക്കുള്ള സാധ്യത മാത്രമേ കാണുന്നുള്ളൂ. നമുക്ക് എന്താണ് ഇവിടെ നിന്നൊന്നും ഇനി സെല്ല് നോക്കാനായിട്ട് പറ്റില്ല. ഈ ഒരു ട്രെൻഡിൽ ഇനി സെല്ല് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ. സെല്ല് നോക്കണമെങ്കിൽ മാർക്കറ്റ് ഇതിന് ശേഷം വന്ന് മേജർ ഹൈനെടുത്തതിന് ശേഷം ഒരു കൗണ്ടർ ട്രെൻഡ് എൻട്രി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാം നമുക്ക് ബൈയിങ്ങിലേക്ക് മാത്രം നോക്കാനായിട്ട് പറ്റുന്ന ലെവൽസാണ് കേട്ടോ. ഇനി ഇതിന് ശേഷം എന്താണ് നമുക്ക് യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്കും വരാം. യൂറോ യൂസ്ഡിയിൽ ഇതുപോലെ തന്നെയാണ്. നമുക്ക് ഇന്നലെ മോർണിംഗ് ഒരു ട്രേഡ് വന്ന് സെല്ലിലേക്ക് വന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. പിന്നീട് മാർക്കറ്റ് വന്ന മുകളിൽ പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതയാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അല്ലേ. ചോദിച്ചും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ സെല്ലിങ്ങിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നൊരു ചെറിയൊരു റിസ്ക് എന്ന് പറയുന്നത് പുതിയൊരു ട്രെൻഡ് ഡൗൺ സൈഡിലേക്ക് കൺഫേം ആയിട്ടില്ല. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് എന്താണ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം എന്താണ് ഇതിന് മുകളിലെല്ലാം ലിക്വിഡിറ്റി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിലും മുകളിലോട്ട് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യുവാണെങ്കിൽ എന്താണ് ഇവിടെ തന്നെ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഏറ്റവും ലോയിൽ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു സെല്ലിംഗ് സോണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. സെല്ലിംഗ് സോണും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. പിന്നീട് ഇതിൻ്റെ പ്രീമിയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഏറ്റവും പ്രീമിയം ഏരിയയിൽ ഒരു സെല്ലിംഗ് സോൺ കാണാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഞാൻ അതൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വന്ന് ഈ ഒരു സെല്ലിംഗ് സോണിലോട്ടോ അല്ലെങ്കിൽ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ ആണെന്നല്ലേ. അത്യാവശ്യം റിസ്ക് റിവാർഡ് റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം ട്രേഡ് നോക്കിയാൽ മതി. ഇനി കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് ഇത്രയും ലെവൽസ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിയൊക്കെ എടുത്തതിന് ശേഷമാണ് RR കിട്ടുന്നില്ല എന്നാണെങ്കിൽ വിട്ടേക്കുക. പുതിയൊരു ട്രെൻഡ് ഇതിൽ കൺഫേം ആയതിനു ശേഷം പിന്നീട് സെല്ലിങ്ങിലേക്ക് നോക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലൊരു കാര്യം കേട്ടോ. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇതിനകത്തൊക്കെ വന്നതിന് ശേഷം RR കുറവായിരിക്കും. കാരണം പ്രീമിയത്തിലേക്ക് പിന്നെയും ലെവൽസ് ഉണ്ട്. മുകളിലോട്ട് വരികയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നിന്നൊക്കെ തന്നെ മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് വേണമെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ പുതിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ആയതിനു ശേഷം പിന്നീട് സെല്ലിലേക്ക് നോക്കുന്നതിനും കുഴപ്പമില്ല കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. ഇനി മാർക്കറ്റ് മുകളിലോട്ടാണ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രീമിയം സെല്ലിംഗ് സോണിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കാം. ഓക്കെ ആവുന്നില്ലേ. ഇത്രയും കാര്യങ്ങളാണ് യൂറോ യൂസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. പിന്നെ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഓക്കെ നിഫ്റ്റീൻ്റെ ചാർട്ടും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ എന്താണ് മാർക്കറ്റ് ലോയിൽ നിന്നാണ് ഇവിടെ നിന്ന് ഫസ്റ്റ് ലിക്വിഡിറ്റി എടുക്കാതെ ലോയിൽ ഓപ്പൺ ചെയ്തിട്ടാണ് പിന്നെയും പ്രൈസ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൈ ഇതാണ് ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ടായിരുന്നത്.
ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് 50 മില്ലിലെ പുതിയൊരു ഇൻഡ്യൂസ്മെൻറ്റ്. ഓക്കെ അല്ല, ഇത് നമുക്കൊരു 50 മില്ലി ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതും 50 മില്ലൊരു ലിക്വിഡിറ്റി ഏരിയ. ഇതിന് താഴെ 2 ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് കേട്ടോ. ഓക്കെ ആവുന്നുണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റ് എന്താണ്, ഈ 2 ലിക്വിഡിറ്റി ബൈയിങ്ങിലേക്ക് മാർക്ക് ചെയ്ത 2 ലിക്വിഡിറ്റി, ഫസ്റ്റ് എന്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഇവിടെ നിന്നാണെന്നാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്ന് ടച്ച് ചെയ്തതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുവാണെങ്കിലോ, ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാൻ പറ്റും കേട്ടോ. ഇനി കുറച്ച് ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് സെൽ എൻട്രി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. പിന്നെ ഇതിനകത്ത് ഒരുപാട് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഫസ്റ്റിനകത്ത് എന്താണ്, ഫസ്റ്റ് ഏതെങ്കിലും ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മാത്രം ഒരു അഗ്രസീവായിട്ടൊരു സെൽ എൻട്രി നോക്കിയാൽ മതി. ബാക്കിയെല്ലാം എന്താണ് സെയിം ഡേയിലെ ട്രെൻഡിനനുസരിച്ച് 5 മിനിറ്റിലെ ലിക്വിഡിറ്റിക്ക് അനുസരിച്ച് ട്രേഡുകൾ നോക്കിയാൽ മതി കേട്ടോ. പിന്നിലേക്ക് നോക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ചായിരുന്നു ട്രേഡുകൾ കൂടുതലും ഉണ്ടായിരുന്നത്. ഈ ഒരു റേഞ്ചിലാണെങ്കിലും 5 മിനിറ്റ് ലിക്വിഡിറ്റിക്ക് അനുസരിച്ചായിരുന്നു ട്രേഡുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ രീതിയിൽ കണക്ട് ചെയ്താൽ മതി. അഗ്രസീവായിട്ട് എന്താണ് ഓരോ ലിക്വിഡിറ്റിയിലും ഒന്ന് അഗ്രസീവായിട്ട് അങ്ങനെ നോക്കണമെന്നില്ല. ഗ്യാപ്പ് ഇപ്പോൾ ഫസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്കാണ് വരുന്നത്, ബൈയിലെ ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താണ് ബൈ എൻട്രിക്ക് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ തന്നെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കണമെങ്കിലും കുഴപ്പമില്ല, ഗ്യാപ്പ് ഒക്കെ ആണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി കണക്ട് ചെയ്താലും കുഴപ്പമില്ല. ഇത്രയും ലെവൽസാണ് നിഫ്റ്റീൻ്റെ കാര്യത്തിലും വരുന്നത് കേട്ടോ. പിന്നെ സാധ്യതകൾ കൂടുതൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ തന്നെയാണ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു കറക്റ്റായിട്ടൊരു ട്രെൻഡ് കിട്ടിയിരിക്കുന്നത് ഗോൾഡിൽ തന്നെയാണ്. ഇപ്പോൾ ഇന്നലെയാണെങ്കിലും അതുപോലെ തന്നെയാണ്. ഇന്നലെയാണെങ്കിൽ കൗണ്ടർ ട്രെൻഡ്, ഒരു കറക്റ്റായിട്ട് ട്രെൻഡ് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ട്രേഡ് കിട്ടിയിരുന്നത് ഗോൾഡിൽ തന്നെയാണ്. ഇന്നത്തെ ദിവസം നല്ലൊരു ട്രെൻഡ് ഉള്ളതും ഗോൾഡിൽ തന്നെയാണ്. അപ്പോൾ സാധ്യതകൾ കൂടുതൽ ഇതിൽ തന്നെയാണ് വരുന്നത് കേട്ടോ. കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് അറിയിച്ചേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളെ മെയിനായിട്ടുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കുക കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.